ജസ്റ്റിസുമാരായ ആർ സുബ്രഹ്മണ്യനും ആർ ശക്തിവേലും 4500 ഗാനങ്ങളിൽ സംഗീത സംവിധായകന്റെ ധാർമ്മികാവകാശം അംഗീകരിച്ച സിംഗിൾ ജഡ്ജിയുടെ 2019 ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീൽ മാർച്ച് 25-ന് പരിഗണിച്ചു. സംഗീത സംവിധായകൻ ആർ ഇളയരാജയ്ക്ക് 4500-ലധികം ഗാനങ്ങൾ രചിച്ച പ്രത്യേക ധാർമ്മികാവകാശമുണ്ടെന്ന് 2019-ലെ സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഒരു അപ്പീൽ നൽകാൻ ജനപ്രിയ മ്യൂസിക് ലേബൽ എക്കോ റെക്കോർഡിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് മുൻഗണന നൽകി. 4 പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ 1000-ലധികം സിനിമകൾ ചെയ്തു. ജസ്റ്റിസ് അനിത സുമന്തിൻ്റെ 2019 ജൂൺ 4-ലെ ഉത്തരവിനെതിരെ റെക്കോർഡിംഗ് കമ്പനി സമർപ്പിച്ച യഥാർത്ഥ സൈറ്റ് അപ്പീൽ ജസ്റ്റിസുമാരായ ആർ സുബ്രഹ്മണ്യനും ആർ ശക്തിവേലും 2024 മാർച്ച് 25 തിങ്കളാഴ്ച പരിഗണിക്കും. പകർപ്പവകാശ നിയമത്തിൻ്റെ 57-ാം വകുപ്പിന് അനുസൃതമായി സംഗീത സംവിധായകന്റെ ധാർമ്മികാവകാശം അംഗീകരിച്ച ഡിക്രിയുടെ ഒരു ഭാഗത്ത് അപ്പീൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മലേഷ്യ ആസ്ഥാനമാക്കിയുള്ള ആജി മ്യൂസിക് ചെന്നൈയിലെ എക്കോ റെക്കോർഡിംഗ്, ആന്ധ്രാപ്രദേശിലെ യൂണിസിറ്റ് ഇൻഫോ സൊല്യൂഷൻ, മുംബൈയിലെ ഗിരി ട്രേഡിംഗ് കമ്പനി എന്നിവയുൾപ്പെടെ ഒരു കൂട്ടം മ്യൂസിക് ലേബലുകൾക്കെതിരെ 2014-ൽ സംഗീത സംവിധായകൻ നൽകിയ സിവിൽ കേസിലാണ് ഡിഗ്രി പാസാക്കിയത്. തുടർന്ന് തന്റെ അനുവാദമില്ലാതെ താൻ രചിച്ച ഗാനങ്ങൾ ധനസമ്പാദനത്തിൽ നിന്ന് മ്യൂസിക് ലേബലുകൾ തടയാൻ അദ്ദേഹം ശ്രമിച്ചു. 2019-ൽ കേസ് തീർപ്പാക്കുമ്പോൾ ജസ്റ്റിസ് സുമന്ത് പറഞ്ഞു, പകർപ്പവകാശ നിയമം 1957-ലെ സെക്ഷൻ 57 ഒരു കമ്പോസറുടെ രചനകൾ മുഴുവനായോ ഭാഗികമായോ മറ്റുള്ളവർക്ക് നൽകിയതിനു ശേഷവും ഉന്നയിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നു. ഏതെങ്കിലും വളച്ചൊടിക്കൽ, അംഗഭംഗം, പരിഷ്കരണം അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തികൾ തൻ്റെ ബഹുമാനത്തിനോ പ്രശസ്തിക്കോ ദോഷകരമാണെങ്കിൽ അവ തടയാനോ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാനോ അദ്ദേഹത്തിന് അർഹതയുണ്ട്. മ്യൂസിക് ലേബലുകൾ വികലമാക്കൽ, അംഗഭംഗം വരുത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നാശനഷ്ടങ്ങൾക്കും മറ്റ് ധനസഹായത്തിനും വേണ്ടി അത്തരം നടപടികൾ ആരംഭിക്കാനും തന്റെ അവകാശം കമ്പോസർക്ക് നിക്ഷിപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി ജഡ്ജി പറഞ്ഞു. അവൻ അനുയോജ്യമെന്ന് തോന്നുമ്പോൾ ഇളയരാജ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ വിവിധ സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് എക്കോ റെക്കോർഡിംഗ് ലഭിച്ച ശബ്ദരേഖകളുടെ ചൂഷണം ചെയ്യാനുള്ള അവകാശം എക്കോ റെക്കോർഡിങ്ങിന് ഉണ്ടെന്നും അതേ വിധിയിൽ ന്യായാധിപൻ പറഞ്ഞിരുന്നു. അതേ പ്രത്യേകമായും കർശനമായും അതാത് സിനിമാറ്റോഗ്രാഫ് ഫിലിമുകളിൽ മാത്രം അടങ്ങിയിരിക്കുന്ന രൂപത്തിലും രീതിയിലും ഇളയരാജയുടെ കോമ്പോസിഷനുകൾക്ക് മേലുള്ള പ്രത്യേക ധാർമ്മിക അവകാശത്തെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതി, ഇത് അവിഭാജ്യമായ കണക്ട് ചെയ്ത ശബ്ദ റെക്കോർഡിങ്ങുകളുടെ രൂപത്തിൽ ഒഴികെ അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് വിധത്തിലും അത്തരം സംഗീത സൃഷ്ടികളെ ചൂഷണം ചെയ്യാൻ അദ്ദേഹത്തിന് അർഹത നൽകുന്നു. സിനിമയുടെ അതാത് നിർമ്മാതാക്കളുടെ പകർപ്പവകാശമുള്ള സിനിമാറ്റിക് സിനിമകളുടെ ഒരു ഭാഗം